നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2026 ജൂൺ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. സത്വഗുണത്തിൽ ഏറ്റവും പ്രാധാന്യം വ്യാഴത്തിനാണ്. മഹാഗുരുവാണ് വ്യാഴം. ജ്ഞാനത്തിൻ്റെ കാരകനാണ്, ബുദ്ധിയുടെ കാരകനാണ്, സന്താനകാരകനാണ്. അനവധി ദേവന്മാരെയും ദേവിമാരെയും സകല ദേവതകളെയും ഈ വ്യാഴം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ആ ഒരു പ്രൗഢി ഈ കർക്കിടക രാശിയിലേക്ക് വരുന്തോറും കൂടി വരിക ചെയ്യുക. 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തണത് എന്നുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരാൻ 12 വർഷം എടുക്കും. അതായത് വ്യാഴത്തിന് ഉച്ചം 12 വർഷം കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്ന് സാരം. വർഷാവർഷം വ്യാഴം മാറും. ഒരു രാശിയിൽ ഒരു വർഷത്തോളമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി ഉണ്ടാവുക. ഇപ്രാവശ്യം വ്യാഴം മാറിയിട്ട് ഒരു വർഷത്തിനുള്ള ചിങ്ങത്തിലേക്കും കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ആ ഡേറ്റുകളൊക്കെ നമുക്ക് പരിശോധിക്കണം. പിന്നെ ഈ പറയണ കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് സംസാരിക്കാനുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവുക. അല്ലാണ്ട് നമ്മൾ ഈ നക്ഷത്രവശാൽ ഉള്ള ഫലങ്ങൾ മാത്രം കാത്തിരിക്കരുത്. ഇതിനോട് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നത് വളരെ നന്നാവും. നമുക്കിതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ അത് നമ്മളതിനെ സഹായിക്കും. അപ്പോൾ മഹാഗുരുവായിരിക്കുന്ന വ്യാഴം കഴിഞ്ഞ 12 വർഷക്കാലയളവിലായിട്ട് ഇങ്ങനെ കർക്കിടക രാശിയിൽ നിന്ന് വിട്ടിട്ട് വീണ്ടും കർക്കിടക രാശിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഗോചരം, വേദം, അഷ്ടവർഗം ഇത്യാദി കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. പല ആൾക്കാരും ഇതിനെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ടാവാം, പലതരം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മൾ എല്ലാ തവണയും ഈ ഗ്രഹമാറ്റങ്ങൾ നമ്മളുടെ ചാനലിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റം മാത്രമാണ് പറയലുള്ളത്. രാഹു, കേതു മാറ്റം, വ്യാഴമാറ്റം, ശനിമാറ്റം. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കുറച്ച് കാലയളവിൽ ചെറിയ മാറ്റങ്ങളിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. അതൊന്നും നമ്മളത്ര കേമായിട്ട് കൊട്ടി ഘോഷിക്കാറില്ല. പക്ഷേ ഇത്തരം ഈ കാര്യങ്ങൾ, ഈ വ്യാഴം മാറുക, ശനി മാറുക, ഇങ്ങനെ രാഹു കേതുക്കളിൽ ഈ മാറ്റമൊക്കെ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനോടകം ഇപ്പോൾ നമ്മളുടെ ചാനൽ വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാഴമാറ്റത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതികോടീശ്വര യോഗം, പ്രശസ്തി ഉണ്ടാവും, നിധി കിട്ടും, അങ്ങനെയാവും. അതൊന്നും നമുക്ക് ശാസ്ത്ര സംബന്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അസംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ പറയണു എന്നല്ലാണ്ട് അതൊന്നും പ്രാവർത്തികമാകണ കാര്യമില്ല. അതൊന്നും നമ്മുടെ ശാസ്ത്രത്തിലില്ല എന്നുള്ളതാണ് സത്യം. വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ ഇന്ന് ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന പ്രമുഖമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. പ്രശ്നമാർഗം, ഫലദീപിക, ജാതകാദേശം, ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ഗ്രഹഗോചരത്തെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളെ നമ്മൾക്ക് എടുക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞോളാം. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ വ്യാഴം അനിഷ്ടസ്ഥാനത്താണ്, നിങ്ങൾക്ക് വേണ്ടി പൂജ ഞാൻ ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞ് 4 പേര് എഴുതി വാങ്ങി ആ മെസ്സേജ് വാങ്ങണം മിടുക്കന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊന്നുമല്ല കാര്യം. നമുക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പക്ഷെ അതൊന്നും പറയാണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തോന്നി. പക്ഷെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങൾ കുറേ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ള ആളുകൾക്ക് ക്ഷമയോട് കൂടിയിട്ട് കേട്ടിരിക്കാം. അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ തമ്മിലുള്ള ഏകീകരണമില്ലായ്മ എന്നൊക്കെ ഉള്ളത് ഗ്രന്ഥം പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഏകീകരണം ഇല്ലാത്തത്. പിന്നെ ഈ പറയുന്ന മുഴുവൻ ആൾക്കാരും ജ്യോത്സ്യന്മാരൊന്നും ആയിക്കൊള്ളുന്നില്ല. ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച ആൾക്കാരൊന്നും ആവില്ല. അവരെവിടുന്നെങ്കിലും കേട്ടത് പറയുണ്ടാവും. ഇപ്പം ഞാൻ കേട്ടത് വേറെ ആൾക്കാർ പറയും. ഇത് നമ്മളെ വീഡിയോ കേട്ടിട്ടൊക്കെ ആൾക്കാർ പറയേണ്ടത്, നമുക്കതിൽ പരാതിയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആരോടും യാതൊരു വിരോധവുമില്ല. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളിലേക്ക് വരാം. ആദ്യം
നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഗോചര വേദസ്ഥാനങ്ങളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അഷ്ടവർഗം എന്നുള്ളൊരു ബലമുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും. സൂര്യൻ മുതൽ ശനി പര്യന്തമുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടവർഗ ബലമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഈ ഗോചരം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വ്യാഴത്തിൻ്റെ ഗോചരമാണ് പറയണത്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഗോചരത്തിൽ ഇഷ്ടസ്ഥാനം, ഗോചരസ്ഥാനം എന്ന് പറയുമ്പോൾ വ്യാഴം ഏറ്റവും അനുകൂല ഫലം തരുന്ന സ്ഥാനങ്ങളാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതലാണ് ചാരഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ലഗ്നത്തിൽ നിന്നല്ല, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ. അതാണ് കൂറ് എന്ന് പറയുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന രാശിക്കാണ് കൂറ് എന്ന് പറയാം. അപ്പോൾ ഈ കൂറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ചാരഫലങ്ങളെല്ലാം നമ്മൾ കണക്കാക്കുക കേട്ടോ. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗോചരസ്ഥാനം ജന്മക്കൂറിൽ നിന്ന് 2, 11, 9, 5, 7. ഇപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും പുതിയ പ്രേക്ഷകർക്ക് അവരുടെ അറിവിലേക്കായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. വേദസ്ഥാനം എന്ന് പറയുമ്പോൾ ഏറ്റവും അനിഷ്ടസ്ഥാനമാണ് 12, 8, 10, 4, 3. അതായത് ഈ സ്ഥാനങ്ങളിലൊന്നും വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അനുകൂല സ്ഥാനമാകുന്ന 2, 11, 9, 5, 7 ഈ സ്ഥാനങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് പൊതുവെ അനുകൂല സ്ഥിതിയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ അനുകൂല ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നവർക്ക് 12, 8, 10, 4, 3 ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ അനുകൂല സ്ഥിതി കിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 2, 11, 9, 5, 7 എന്ന് പറയുന്ന ഗോചരസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നവർക്ക് ചാരവശാൽ ജന്മക്കൂറിൻ്റെ 12, 8, 10, 4, 3 ഏതെങ്കിലും ഗ്രഹം വരണ സമയത്ത് രാഹുകേതുക്കൾ അതിൽ പെടില്ല. രാഹുകേതുക്കളെയും ഗുളികനെയൊന്നും അതിൽ പെടുത്തേണ്ട കാര്യമില്ല. മറ്റ് ഗ്രഹങ്ങൾ സൂര്യൻ മുതൽ ശനി വരെയുള്ള മറ്റ് ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വേദിക്കും. അതായത് ഗുണഫലം കിട്ടാണ്ട് പോകും എന്നർത്ഥം. അതായത് അനുകൂല ഫലത്തിന് പകരം പ്രതികൂല ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ പൊതുവായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് 2026 ജൂൺ മാസം 2-ാം തീയതി കർക്കിടകത്തിലേക്ക് വ്യാഴം പ്രവേശിക്കണോ. അതിനുശേഷം 2026 ഒക്ടോബർ 31-ാം തീയതി കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 മാസക്കാലം വ്യാഴം കർക്കിടകം രാശിയിൽ ഉണ്ടാവും എന്നുള്ളത് സാരം. പിന്നെയോ 2026 ഡിസംബർ 12-ാം തീയതി മുതൽ വ്യാഴത്തിന് വക്രം തുടങ്ങും. എന്നിട്ട് 2027 ജനുവരി 24-ാം തീയതി ഉച്ചതിരിഞ്ഞ്, അതായത് വൈകുന്നേരത്തെ ഒരു 5 മണിക്ക് ശേഷം വ്യാഴത്തിൻ്റെ വക്രം അവസാനിച്ച് വ്യാഴം കർക്കിടകത്തിൽ തിരികെ എത്തും. അപ്പോൾ വ്യാഴത്തിന് വക്രം വരണത് നല്ലതാണ്. വക്രംഗതയെ സ്വച്ഛബലം വിദദ്യാൽ ഉച്ചത്തിനു തുല്യമായ ബലം അപ്പോഴും ഉണ്ടാകും. 2027 ജൂൺ മാസം 2027 തീയതിയാണ് വ്യാഴം കർക്കിടക രാശി വിടുക. അപ്പോൾ വ്യാഴത്തിന് ഒരു കൊല്ലം പൂർത്തിയായി. അപ്പോൾ 2026 ജൂൺ 2 തൊട്ട് 2027 ജൂൺ 26 വരെയൊക്കെയാണ് വ്യാഴത്തിൻ്റെ ആ ഒരു കർക്കിടക രാശിയിലും ചിങ്ങരാശിയിലൊക്കെയുള്ള സ്ഥിതി. ചിങ്ങത്തിലേക്ക് വക്രം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ വ്യാഴം ഇതിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് മാറി ഉടനെ ഫലം തരുമില്ലയോ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വ്യാഴത്തിന് ഒരു ഗുരുഭാർഗവോ ഭവനസ്യ മധ്യയാദോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഴവും ശുക്രനും ഒരു രാശിയിൽ പ്രവേശിച്ച് അതിൻ്റെ മധ്യദ്രേക്കാണത്തിൽ മാത്രമേ ഫലം കൊടുക്കുന്നുള്ളൂ. കണ്ടുവോ? ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാലഘട്ടമുണ്ട്. അതിൽ വ്യാഴത്തിനും ശുക്രനും മധ്യദ്രേക്കാണത്തിൽ മാത്രമേ ഫലമുള്ളൂ. അതായത് എപ്പോഴാണ് മധ്യദ്രേക്കാണം തുടങ്ങുക? 2026 ജൂലൈ മാസം 20-ാം തീയതി തുടങ്ങി 2026 സെപ്റ്റംബർ 4-ാം തീയതി വരയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ, അതായത് ഏകദേശം ഒരു 44 ദിവസം അല്ലെങ്കിൽ ഒരു 45 ദിവസം ഉണ്ടാവും. ഇതാണ് ഏറ്റവും കൂടുതൽ വ്യാഴത്തിന് സ്വാധീനമുള്ള ദിവസങ്ങൾ. അതായത് 2026 ജൂലൈ 20 തുടങ്ങി സെപ്റ്റംബർ മാസം 4-ാം തീയതി വരയ്ക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? വ്യാഴത്തിൻ്റെ ഏറ്റവും ഫലത്തിൽ പീക്ക് ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ അത് കുറയും, അതിൻ്റെ ഫലാദി അനുഭവങ്ങൾക്ക് കുറവുണ്ടാവും. അപ്പം സദാസമയവും ഒരു ഗ്രഹവും അതിൻ്റെ രാശിയിൽ ഫലം കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ വ്യാഴം അധികം ദോഷമുള്ള ആൾക്കാർക്ക് ആ ദോഷത്തിന് ലേശം കുറവുണ്ടാകും. കാരണം ആ ഗ്രഹം ഉച്ചസ്ഥനാണ്.
അത് നമ്മൾ മനസ്സിലാക്കുക. ആ ഗ്രഹം തൻ്റെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ടാണ് പോസിറ്റീവായി ആണെങ്കിലും നെഗറ്റീവായാണെങ്കിലും ആ ഫലത്തെ കൊടുക്കുന്നത്. അപ്പോൾ വ്യാഴം സത്വഗുണപ്രധാനി ആയതുകൊണ്ട് തന്നെ അധികം ദോഷമൊന്നും ആർക്കുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ഉച്ചരാശിയിലത്തെ ഒരു പരിഗണനയാണ് കേട്ടോ. വ്യാഴം ഏറ്റവും മോശം മകരം രാശിയിൽ നീചത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ആണെങ്കിൽ മാത്രമാണ് കുറച്ച് ദുരിതങ്ങളൊക്കെ അധികം ഉണ്ടാവുക. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഓരോ രാശിയിലും പെട്ട ആളുകൾക്ക് അതെങ്ങനെയൊക്കെ ആയിരിക്കും സ്വാധീനം ചെലുത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ദശ നടക്കുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ നല്ല ദശ നടക്കുന്നുണ്ടാവും, നല്ല അപഹാരം നടക്കുന്നുണ്ടാവും, കണ്ടകശനി ഉള്ളവരുണ്ടാവും, വ്യാഴമ്പഴ ഇതാപ്പോൾ തുടങ്ങണു എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വ്യാഴമ്പഴ തുടങ്ങണമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇതൊക്കെ നമുക്ക് നിത്യമായ ദൈനംദിനമായ കാര്യങ്ങൾ അതേപോലെ ഇങ്ങോട്ട് കണ്ടാൽ മതി. വ്യാഴമ്പഴുള്ള ആൾക്കാർക്ക് കുറച്ച് വിഷ്ണു ഭഗവാനെ സേവിക്കൽ കുറച്ച് അധികമായി കഴിഞ്ഞാൽ നാരായണ മന്ത്രമൊക്കെ ജപിച്ചാൽ ആ ദോഷമൊക്കെ ഉണ്ടാകലുന്നതേ ഉള്ളൂ. പിന്നെ അവനവൻ്റെ ജാതകപ്രകാരം വ്യാഴത്തിൻ്റെ സ്ഥിതി ഏത് രാശിയിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടും ഈ ഫലങ്ങളിൽ, ചാരഫലങ്ങളിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കാതെ വ്യാഴം മാറിയ ഉടനെ 2 വന്നു ലോട്ടറി അടിക്കും കോടീശ്വരനാവും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കേൾക്കുന്ന മറ്റൊരു പോഴത്ത് എന്താണെന്നറിയോ? ഈ വ്യാഴം ജന്മക്കൂറിൽ വന്നാൽ കേസരി യോഗം, 4 വന്നാൽ കേസരി യോഗം, 7 വന്നാൽ കേസരി യോഗം, 10 വന്നാൽ കേസരി യോഗം. ഇവിടെ കേസരി യോഗം ഉണ്ടോ? ഇല്ല. ആ ജന്മക്കൂറിൽ വരുന്നത് ദോഷം, 4-ാം വ്യാഴം ദോഷം, 10-ാം വ്യാഴം ദോഷം, പിന്നെ ഇപ്പോൾ 7 മാത്രമാണ് വ്യാഴത്തിന് അധികം ദോഷമില്ലാത്തൊരു സ്ഥാനം. ഇതിൽ കേസരി യോഗം എന്നാണോ പറയുക? അത് ജാതകത്തിൽ യോഗഫലങ്ങൾ പറയാനുള്ള സാധനമാണ്. നമുക്കാകെ 12 രാശിയും 9 ഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. അതിൽ 2 തമോഗ്രഹം ഒഴിച്ചാൽ ബാക്കി 7 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ഫലം പറയാൻ. അപ്പോൾ നമുക്ക് അത് യോഗപ്രകരണത്തിലേക്കാണ് വരിക, ചാരഫലത്തിലേക്ക് അല്ലാതെ വരിക. അത് ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക. എത്ര നക്ഷത്രക്കാർക്ക് കേസരി യോഗം? എന്തൊരു പോഴത്തര! ചാരഫലത്തിലാണോ നമ്മൾ യോഗഫലം പറയേണ്ടത്? അതൊന്നും മനസ്സിലാക്കാതെ പാവം കുറേ ആൾക്കാരെ നമ്മൾ മോഹിപ്പിക്കുക. നമ്മളല്ല, അത് പറയുന്ന കുറച്ച് വിദ്വാൻമാർ മോഹിപ്പിക്കുക. എന്നിട്ട് അവരങ്ങോട്ട് പകൽപ്പൊട്ടന്മാരാക്കുക. അത് വിശ്വസിച്ച് ഈ പാവങ്ങളിങ്ങനെ വിചാരിക്കും ഇപ്പോൾ വരും കേസരി യോഗം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് എവിടേക്ക് പോകേണ്ടത്? ഈ ചാരഫലങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയതയോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ പ്രമാണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ അസഹ്യമായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താ ചെയ്യുക? മാർഗം ലഭിക്കാം. കാരണം ഈ പറയണ ഫലങ്ങൾക്ക് ശാസ്ത്രീയത ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഗോചര ഫലങ്ങൾ പ്രമാണം ചൊല്ലി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവേ ജന്മനി ദേശനിർഗമനാപ്യർത്ഥച്യുതിം ശത്രുധാം പ്രാപ്നോതി ദ്രവണം കുടുംബസുഖമപ്യർത്ഥേ സ്വവാചാം ഫലം ദുശ്ചിൽക്കേ സ്ഥിതിനാശമിഷ്ടവിയുതിം കാര്യാന്തരായാം രുജം ദുഃഖൈർബന്ധുജനോത്ഭവൈശ്ച ഹി ഭുഗേ ധ്യൈനം ചതുഷ്പാൽഭയം. ഇതൊക്കെ അതിൻ്റെ പ്രമാണങ്ങളെ. ജീവേ ജന്മനി ദേശനിർഗമന അപ്യർത്ഥച്യുതിം ശത്രുതാം. ജന്മവ്യാഴത്തിൻ്റെ ഫലം അത് പറയണത്. അപ്പോൾ അത് ഈ ജന്മവ്യാഴം പാർക്ക വരിക. വ്യാഴം ജന്മത്തിൽ വരുന്നത് കർക്കിടകക്കൂറുകാർക്കാണ്. നമുക്കിവിടെ മേടക്കൂറ് മുതൽ അങ്ങോട്ട് പോവാം. അതാണ് അതിൻ്റെ ഒരു സുഖം. അതായത് മേടക്കൂറിൽ പെടുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യവാദം, അതായത് ആദ്യത്തെ 15 നാഴിക, അവർക്ക് ചാരവശാൽ വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് വരികയാണ്. അതല്ലേ, 4-ലേക്ക് വരിക. അപ്പോൾ എന്താണ് 4ൻ്റെ ഫലം? ദുഃഖൈർബന്ധു ജനോത്ഭവൈശ്ച ഹി ഭുഗേ ദൈന്യം ചതുഷ്പാദ്ഭയം എന്നാണ്. അതായത് വ്യാഴം 4-ൽ നിൽക്കുന്ന സമയത്ത്, 4-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളാൽ ദീനത്വം. ബന്ധുക്കളൊക്കെ അങ്ങനെ തള്ളി പറയും. ബന്ധുക്കളായിട്ട് കലഹം ഉണ്ടാവും. വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ അടുത്തുനിന്ന് നമുക്ക് മാനസികമായിട്ടുള്ള പീഡകളൊക്കെ ഉണ്ടാവും. ചതുർത്ഥേ പാണ്ഡവനാശം എന്ന് പറഞ്ഞു. പാണ്ഡവകുലം മുടിഞ്ഞത് 4-ാം വ്യാഴത്തിലാണത്രേ. പിന്നെന്ത് പറഞ്ഞു? ദൈന്യം ചതുഷ്പാൽ ഭയം. ചതുഷ്പാത്തുകളിൽ നിന്നും ഭയം ഉണ്ടാവും. ചതുഷ്പാത്ത് എന്താ? ചതുഷ്പാത്ത് നാൽക്കാലിയാണ്.
നാൽക്കാലികളിൽ നിന്നുള്ള ഭയം ഉണ്ടാവുക, നായ കടിക്കുക, പശു കുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടാവും. അത് ഇവിടെ പ്രശ്നമാർഗത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു, ബന്ധുസ്ഥിതേ ബന്ധുജനോധിതാ ക്ലേശാഹ കുത്രാഭിസുഖം ച എന്ന് പറഞ്ഞു. അതായത് ബന്ധുസ്ഥിതേ ബന്ധുജനോത്ഥത ക്ലേശ, ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, കുത്രാഭി സുഖം നച, അതേപോലെ തന്നെ എവിടെ പോയാലും സുഖമില്ലാതിരിക്കുക, ജീവിതത്തിന് സുഖം നശിക്കുക എന്നാ പറയാം. അപ്പോൾ ഈ 4-ാം വ്യാഴം മേടക്കൂറുകാരൊക്കെ ഈ 4-ാം വ്യാഴം ലേശം കടുപ്പുണ്ടാവും. ഒരേപോലെ അത് വസിഷ്ഠനാണ് പ്രശ്നമാർഗത്തിൻ്റെ പ്രശ്നമാർഗത്തിലെ പ്രമാണമൊക്കെ വസിഷ്ഠവചനങ്ങളാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏതോ ഒരു കാലത്ത് നമ്മൾ അതേപോലെ പറഞ്ഞ സമയത്ത് പറഞ്ഞു, നിങ്ങൾ വസിഷ്ഠനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾ കണ്ടിട്ടല്ല ചോദിക്കണത്, എന്നിരുന്നാലും ഒരു സുഖം ചോദിക്കാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വേദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ ജ്യോതിഷം, അത് വേദസ്യ ചക്ഷുവാണ്, വേദത്തിൻ്റെ കണ്ണാണ്. അപ്പോൾ അത് കണ്ണ് കുത്തിപ്പൊട്ടിക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ ഫലം പറഞ്ഞാൽ കൃത്യതയോട് കൂടിയിട്ട് ജീവിതാനുഭവമായിട്ട് വരും ചെയ്യും. അപ്പോൾ ഈ മേടം രാശിക്കാർ ബന്ധുക്കളായിട്ടുള്ള സമാഗമം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ നന്നു. കുത്തുന്നതും കടിക്കുന്ന നാൽക്കാലികളുടെ അടുത്തൊന്നും പോകാതിരിക്കുക, നായ കടിക്കുക, അതേപോലെ തന്നെ പശു കുത്തുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൊമ്പുള്ള ജന്തുക്കളിൽ നിന്നൊക്കെ അകലം പാലിക്കണത്. അപ്പോൾ അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പോൾ ഫാമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. പല കേസുകളും ഉണ്ടായി, ഗുരുനാഥ പശു കുത്തി കഴിഞ്ഞ ആഴ്ചയിൽ വയ്യ, അതുകൊണ്ട് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ടിട്ടൊക്കെ അതൊരു ഭയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചേക്കാം. ഇനി എന്താ അടുത്തത്? ഇടവക്കൂറ് അല്ലേ. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി നക്ഷത്രം, മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദം, അവർക്ക് വ്യാഴം 3-ലേക്കാ. അപ്പോൾ ഈ 3-ലെ വ്യാഴം വരുന്ന സമയത്ത് എന്താണ്? ദുശ്ചിൽക്കേ സ്ഥിതി നാശമിഷ്ടവിയുതിം കാര്യാന്തരായം രുചം. അതായത് 3-ാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയത്ത് സ്ഥാനഭ്രംശം, ഇഷ്ടജനങ്ങളായിട്ടുള്ള വേർപാട്, കാര്യങ്ങൾക്ക് തടസ്സം, രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ദുശ്ചിൽക്കം 3. സ്ഥിതി നാശം, ഇഷ്ടവിയുതിയും, അതായത് ഇഷ്ടക്കാരൊക്കെ ആയിട്ട് അകന്നു നിൽക്കേണ്ടതായ സാഹചര്യം, ചെയ്യുന്ന ജോലിയിലും സ്ഥാനമാനങ്ങളിലും സ്ഥാനഭ്രംശം സംഭവിക്കുക. സ്ഥാനത്സവസ്ഥയ ഭ്രംശം അധപ്പതനം എന്ന് പറയും. അതായത് ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് താഴത്തേക്ക് വരേണ്ട സാഹചര്യം, ഇഷ്ടജനങ്ങളുമായിട്ട് വേർപെടുക. അതായത് സുഹൃത്തുക്കളാവാം, സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകളാവാം, ഇവരോടൊക്കെ അകലം വലിക്കുക, അവരായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവരായിട്ടുള്ള സ്വരച്ചേർച്ചക്കുറവ്, അതൊക്കെ സംഭവിക്കാം. കാര്യങ്ങൾക്ക് തടസ്സം സംഭവിക്കാം. കാര്യാന്തരായം രുചം, രോഗം ഉണ്ടാവുക, അസുഖങ്ങൾ ഉണ്ടാവുക. അത് വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. ജന്മനക്ഷത്രത്തിൽ നിന്ന് എത്രാമത്തെ നക്ഷത്രത്തിൽ വ്യാഴം നിന്നാൽ ഏത് അംഗത്തിലാണ് രോഗം ഉണ്ടാവുക, അത് നമുക്ക് മറ്റൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവും. രോഗമുള്ള ആൾക്കാരും ശ്രദ്ധിച്ചേക്കണം. മറ്റൊരു പ്രമാണം എന്താ? തൃതീയ സ്ഥിതേ ജീവേ നൃണാം സ്വാൻ പദതഃ ഭ്രംശാൻ കാര്യവിഹതിം ച എന്ന് വസിഷ്ഠവചനം. അതായത് 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ സ്വന്തം സ്ഥാനത്തിൽ നിന്ന് മാറ്റം സംഭവിക്കുക. അതന്നെ ഇപ്പോൾ ഇവിടെ ആചാര്യൻ മന്ത്രേശ്വരനും പറഞ്ഞു, വസിഷ്ഠനും ഒരേപോലെ അഭിപ്രായപ്പെട്ടു. അതാണ് ഗ്രന്ഥങ്ങൾ തമ്മിൽ ഏകീകരണമുണ്ട്. ഇത് പറയുന്ന ഗ്രന്ഥകാരകന്മാരോ അല്ലെങ്കിൽ ദൈവജ്ഞന്മാരോ തമ്മിലാണ് ഈ പ്രശ്നം. പഴയ ആചാര്യന്മാർക്കെല്ലാം ഏകീകരണമുണ്ട്. അത് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഒന്നിലധികം ഗ്രന്ഥങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഈ ഫലം പറയാമെന്ന് വെച്ചത്. അപ്പോൾ തൃതീയ സ്ഥിതേ ജീവേന്ദ്രനാം സ്വൻ പദതഃ ഭ്രംശൻ കാര്യവിഹതിം ച എന്ന് പ്രശ്നമാർഗം പറഞ്ഞു. അതായത് 3-ാം വ്യാഴം 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ സ്വസ്ഥാനത്തിൽ നിന്നും മാറ്റം സംഭവിക്കും. അത് അനുകൂലമല്ലാതെയുള്ള മാറ്റമാണ്. കാര്യവിനാശം, കാര്യവിഹതി, കാര്യത്തിന് നാശം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾക്ക് വലുതായിട്ടുള്ള തടസ്സവും 3-ാം വ്യാഴത്തിൽ ഉണ്ടാവും. ഇത്രമാത്രമേ അതിൻ്റെ ഫലമുള്ളൂ. അതിനെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തിങ്ങനെ കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ടുള്ള ഫലങ്ങളിലേക്കൊന്നും എത്തിക്കേണ്ട. തൃതീയ ബ്രഹ്മദോഷിര എന്നുണ്ട്. 3-ാം വ്യാഴത്തിൽ ബ്രഹ്മാവിൻ്റെ ശിരസ് നഷ്ടപ്പെട്ടു അത്രേ. ശിവൻ നുള്ളിയെടുത്തു എന്നാണ് നുണ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ശിവൻ നുള്ളിയെടുത്തു. അതുകൊണ്ട് ശിവന് ബ്രഹ്മഹത്യാപാപം കിട്ടിയിട്ടോ. അപ്പോൾ അത് കിട്ടാതെ പോയില്ല എന്നുള്ളതാണ്. സൃഷ്ടികർത്താവിൻ്റെ തലയാണ് എടുക്കണത്, ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ തലയെടുക്കാനുള്ള ആൾക്കാർ വരും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ തലയെടുക്കാനുള്ള ആൾക്കാർ തല വെട്ടി മാറ്റല്ല, നമ്മൾക്ക് ശത്രുക്കളൊക്കെ ധാരാളം ഉണ്ടാകും. ഇനി നമുക്ക്
മിഥുനക്കൂറിലേക്ക് പോവാം. മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അവർക്ക് 2-ാം വ്യാഴമാണ്. 2-ൽ വ്യാഴം വരുന്നത് വളരെ നല്ലതല്ലേ. പ്രാപ്നോതി ദ്രവിണം കുടുംബസുഖം അഭ്യർത്ഥേ സ്വവാചാം ഫലം എന്ന് പറഞ്ഞു. അതായത് വ്യാഴം ചാരവശാൽ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ധനം ധാരാളം വന്നു ചേരുമെന്നും, അതായത് നമുക്ക് കിട്ടാനുള്ള പൈസ ആയിരിക്കാം കടം വാങ്ങിയതോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ നമ്മളിപ്പോൾ ലോണിന് അപേക്ഷിച്ചു, വേഗം ലോണ് പാസ്സാവുക, അങ്ങനെയൊക്കെയുള്ള ധനപരവും മറ്റു ഭാഗ്യമുള്ള ആൾക്കാർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ഈ ജ്യോതിഷത്തിലൊന്നും ലോട്ടറി ഭാഗ്യമില്ല. എന്നിരുന്നാലും ധനം ഉണ്ടാവും, സംശയം വേണ്ട. കുടുംബസുഖം മെച്ചപ്പെടും, ജീവിതസുഖം ഉണ്ടാവുക, കുടുംബസുഖം ഉണ്ടാവുക. അവനവൻ പറയുന്ന വാക്ക് പാലിക്കാൻ സാധിക്കുക. പറഞ്ഞ വാക്ക് പാലിക്കണം, അത് അഢ്യത്വത്തിൻ്റെ ലക്ഷണം. പറഞ്ഞ വാക്ക് പാലിക്കുക. നമ്മൾ പറയുന്ന വാക്കിന് മറ്റുള്ളവരിൽ നിന്നുള്ള ആനുകൂല്യ സ്ഥിതിയും അതിന് വില കിട്ടുക, പറഞ്ഞ വാക്കിന് വില കിട്ടുക. മനസ്സിലായിണ്ടോ? ഇതാണ് 2-ൽ വ്യാഴം നിന്നാൽ. അതായത് വാക്ക് വളരെ മറ്റുള്ളവർക്ക് വാക്കിന് ദൃഢതയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കിന് ദൃഢതയും സ്വീകാര്യതയും ഉണ്ടാകും. അവിടെ വ്യാഴം ചാരവശാൽ ദ്വിതീയസ്ഥിതേ അർത്ഥസ്യ ലാഭ രിപുക്ഷയ സുദൃശാം ഭോഗ എന്ന് പറഞ്ഞു. വ്യാഴം ചാരവശാൽ 2-ൽ നിൽക്കുമ്പോൾ ധനലാഭം ഉണ്ടാവുക. അവിടെ ശത്രുനാശം കൂടി പറയും. രിപുക്ഷയ, മറ്റൊരു ഗ്രന്ഥവചന രിപുക്ഷയ, ധനലാഭം, ശത്രുനാശം. സുദൃശാം ഭോഗ, സ്ത്രീ സമാഗമം പോലെയുള്ള, വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഉത്തമ സ്ത്രീകളുമായിട്ടുള്ള ചേർച്ച ഉണ്ടാവും എന്നൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ എടുത്തോളാം. പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതി അത്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് വ്യാഴം ഗോചരസ്ഥാനത്താണ്, അനുകൂല ഫലമാണ് കിട്ടുന്നത്. അതായത് മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 3 ഭാഗം, 3/4 ഭാഗം കേട്ടോ. ഇനി കർക്കിടകക്കൂറിലേക്ക് വന്നാലോ, പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം അടങ്ങുന്ന 2/4 നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴമാണ്. ജന്മരാമ വനോദുഃഖം. ശ്രീരാമസ്വാമിക്ക് വനവാസത്തിന് കാരണമായത് ജന്മവ്യാഴാണത്രേ, ജന്മവ്യാഴത്തിലാണത്രേ. ജീവേ ജന്മനി ദേശനിർഗമന അപ്യർത്ഥച്യുതിം ശത്രുതാം. കൃത്യം ഫലല്ലേ അത്. എന്താ പറഞ്ഞു? ഗുരോ ജന്മകേ സ്ഥാനഭ്രംശധനക്ഷയോ കലഹദീജാഢ്യേ എന്ന് പറഞ്ഞു. അതായത് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് ദേശം വിട്ടു പോവുക. ശ്രീരാമൻ ദേശം വിട്ടുപോയി ഇല്ലേ? അദ്ദേഹത്തിന് അയോധ്യ വിട്ട് അദ്ദേഹം പോകേണ്ടി വന്നു. അപ്പോൾ സകല ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രത്തിൽ, അതായത് പുണർദം പൂയ ആയില്യക്കാർക്കൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കർക്കിടകക്കൂറിൽ പെട്ട പുണർദം കേട്ടോ, അതൊന്ന് സൂക്ഷിച്ചാൽ മതി. പൂയം ആയില്യക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്ഥാനഭ്രംശം ഉണ്ടാവും. സ്വജനങ്ങളുമായിട്ടുള്ള, ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വേർപാട്, കാര്യതടസ്സങ്ങൾ, ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും ശത്രുക്കൾ ഉണ്ടാവുക, കാര്യതടസ്സങ്ങൾ ഉണ്ടാവുക, ധനത്തിന് നാശം വരിക പോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ സ്ഥാനഭ്രംശ ധനക്ഷയോ കലഹദീ ജാഢ്യ. ആഢ്യൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. കലഹം ഉണ്ടാവും, ബുദ്ധിക്ക് മന്ദതയുണ്ടാവും. ബുദ്ധികാരകനാണ് വ്യാഴം. ബുദ്ധിക്ക് മന്ദതയുണ്ടാവും, സ്ഥാനചലനമുണ്ടാവും, ധനനഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ചോളണം. ഇനി നമുക്ക് ചിങ്ങക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് 12-ാം വ്യാഴ, മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, അവർക്ക് 12-ാം വ്യാഴാണ്. വ്യാഴം 12-ൽ നിൽക്കുന്ന സമയത്ത് രിഭേ ദുഃഖം സാധ്വസം ദ്രവ്യഹേതോഹോ എന്ന് പറഞ്ഞു. അത് മന്ത്രേശ്വരൻ്റെ അഭിപ്രായമാണ്. 12-ാം വ്യാഴത്തിൽ ദീർഘദ്വാരണ ഉഗ്രദുഃഖജനനം ച അന്ത്യസ്ഥിതോ സംഭവേത് എന്ന് ആര് പറഞ്ഞു? വസിഷ്ഠനും പറഞ്ഞു. അതായത് 12-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് അധികമായിട്ടുള്ള അലച്ചിലുണ്ടാവും. ദ്വാദശേ രാവണോ ഭംഗ, രാവണന് ബുദ്ധി ക്ഷയിച്ചത് 12-ാം വ്യാഴത്തിലാണ്. 10 തലയുടെ ബുദ്ധി ഉണ്ട് അയാൾക്ക്. ആ ബുദ്ധിക്ക് കോട്ടം സംഭവിച്ചത് 12-ാം വ്യാഴത്തിലാണ്. അന്ത്യസ്ഥിതേ ദീർഘദ്വാടനം ഉഗ്ര ദുഃഖജനനം ഭവേൽ, ഉഗ്രമായിട്ടുള്ള ദുഃഖം ജനിക്കും.
അതായത് അതികഠിനമായിട്ടുള്ള ദുഃഖത്തിന് ഹേതുണ്ടാവും. പലതരത്തിലായ ദുഃഖങ്ങൾ വരാം. അവനവൻ്റെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടുള്ള ദുഃഖമുണ്ടാകാം. അലച്ചിൽ, ഒരു കാര്യത്തിന് അനവധി തവണ അലയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. മന്ത്രേശ്വരൻ എന്ത് പറഞ്ഞു? ദുഃഖവും ദ്രവ്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും, അതായത് കടം വരിക, അവനവന് വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടത്താൻ പറ്റാണ്ട് വരിക, സാമ്പത്തികമായിട്ട് നല്ലവണ്ണം ബുദ്ധിമുട്ടുക, അത് 12-ാം വ്യാഴത്തിൻ്റെ ഫലമാണ്. രിഭ്യസ്തേ ദുഃഖം സാധ്വസം ദ്രവ്യഹേതോഹോ, ദ്രവ്യം ഹേതുവായിട്ട് വളരെയധികം പ്രയാസത്തിൽപ്പെടേണ്ട സാഹചര്യം ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ട് പറഞ്ഞ് അഹങ്കരിക്കൊന്നും വേണ്ട. ആ പൈസ ചിലപ്പോൾ അനാവശ്യമായിട്ട് ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ മറന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നോളൂ. ചിങ്ങക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് കന്നിക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും ചേർന്നാൽ കന്നിക്കൂറായി. അവർക്ക് 11-ൽ വ്യാഴം, അത് വളരെ നല്ലത്. 11-ലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഗോചരസ്ഥാനാണ്. ലാഭസ്ഥേ അഭിമർത്ഥലബ്ധിരിത സ്ഥാനാപ്തിരിത്യാധികം എന്ന് പറഞ്ഞു. ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ 11-ാം ഭാവമാണ്. ലാഭേ പുത്രസ്ഥാനമാനാദിലാഭം എന്ന് മന്ത്രേശ്വരനും പറഞ്ഞു. അത് ലാഭസ്ഥേ അഭിമതാർത്ഥ അർത്ഥലബ്ധി ഇതര സ്ഥാനാപ്തിരിത്യാദയാ. 11-ൽ വ്യാഴം തന്നാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നും, അഭിമത അർത്ഥലബ്ധിയാണ്, അഭിമതം സാധിക്കുക, ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധിക്കുകയും, സ്ഥാനാന്തരപ്രാപ്തി പ്രമോഷൻ കാത്തിരിക്കുന്ന ആളുകൾ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഏകദേശം ഈ വ്യാഴത്തിൻ്റെ വക്രം തുടങ്ങുന്ന 2026 ഡിസംബർ 12, അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ മധ്യത്തിലേക്കാണ് വരുന്ന സമയം ജൂലൈ മാസം 20-ാം തീയതി മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പ്രമോഷൻ അർഹരായിട്ടുള്ള എല്ലാ ആളുകളും കാത്തിരുന്നോളൂ, അടിവരയിട്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ കിട്ടും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. ഉത്രം, അത്തം, ചിത്ര, കണ്ടകശനി ഉണ്ടായിക്കോട്ടെ, അത് അതിൻ്റെ പാട്ടിന് പൊക്കോളും, അത് ഇപ്പോഴൊന്നും ദോഷമില്ല, അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ. ഈ വ്യാഴമറ്റം നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമാന അർത്ഥലാഭത്തെ നേടിത്തരുന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി നമുക്ക് തുലാക്കൂറിലേക്ക് പോകാം. അത്രമാത്രമേ കേട്ടോ കന്നിക്കൂറിനെ സംബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി തുലാക്കൂറ് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അവർക്ക് 10-ാം വ്യാഴമാണ്. അവിടെ കേസരി യോഗം എന്നൊന്നും പറയരുത് കേട്ടോ, അതൊന്നും നമുക്ക് ഇതിലേക്ക് യോജിക്കുന്ന വിഷയമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് കേസരി യോഗം ആര് പറഞ്ഞോ അവരോട് പോയി പണി നോക്കാൻ പറയാം, അവൻ്റെ ആ കാര്യം കേൾക്കേ വേണ്ട. അപ്പോൾ നമുക്ക് 10-ാം വ്യാഴത്തിൻ്റെ അർത്ഥം എന്താ പറഞ്ഞു? കർമ്മണ്യർത്ഥസ്ഥാനപുത്രാദിപീഠാം, കർമ്മണ്യ അർത്ഥസ്ഥാനപുത്രാദിപീഠാം എന്ന് പറഞ്ഞു. 10-ാം വ്യാഴത്തിൽ അർത്ഥത്തിനും സ്ഥാനത്തിനും പുത്രന്മാർക്കും നാശത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. സന്താനങ്ങൾക്കുണ്ടാകുന്ന നാശം, അതേപോലെ തന്നെ ധനത്തിന് നാശം, സ്ഥാനമാനാദികൾക്കൊക്കെയും നാശത്തെ പറഞ്ഞു വെച്ചു. അത് മന്ത്രേശ്വരൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അനുസൃതമായിട്ട് തന്നെ വസിഷ്ഠനും പറഞ്ഞു എന്ത്? കർമാജ്ഞയോഹോ ച ദശമസ്ഥിതേതു സ്ഥാനാർത്ഥനാശാധികം. ഏകീകരണം കണ്ടോ? പോയ പോക്ക് രണ്ടും തുല്യമാണ്, വ്യത്യസ്തമായിട്ട് പ്രമാണം എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 10-ാം വ്യാഴം 10-ൽ നിൽക്കുന്ന സമയത്ത് സ്ഥാനഭ്രംശം, ധനക്ഷയം മുതലായതുകൊണ്ടുള്ള ദുഃഖം അനുഭവിക്കുന്ന കേസരി യോഗം അല്ല അവിടെ കണ്ടോ. അപ്പോൾ ഗ്രന്ഥവചനങ്ങൾ കൃത്യമാണ്. 10-ാം വ്യാഴം ദശമേ ദാരികാവധം, ദാരികനും കാളിയും തമ്മിൽ 12 വർഷം ഘോരയുദ്ധമുണ്ടായി, ദാരികൻ്റെ ശിരസ് പോയി. അപ്പോൾ പെണ്ണുങ്ങളോട് കളിക്കാൻ നടക്കണ്ട, സൂക്ഷിച്ചോളൂ. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നാശമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും തുലാക്കൂറുകാർക്ക് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കേട്ട് സ്ഥാനനാശം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കാം. ഇത് എല്ലാ സ്ഥലത്തിരിക്കുന്ന ആളുകൾക്കും, അതായത് കലയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമാണെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത്തരം പ്രവൃത്തികളൊക്കെ ഉള്ള ആൾക്കാർ, സാധാരണക്കാരെല്ലാവരുടെ കാര്യമാണ് പറയണത്. അപ്പോൾ അവർക്ക് സ്ഥാനത്തിന് നാശം സംഭവിക്കാൻ ഒരു സ്ത്രീ കാരണമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് നീങ്ങാം. ബാക്കിയൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം.
പിന്നെ വൃശ്ചികക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം നക്ഷത്രം, തൃക്കേറ്റ നക്ഷത്രം. അവർക്ക് 9-ലാണ് വ്യാഴം. ചാരവശാൽ വ്യാഴം 9-ൽ സഞ്ചരിക്കുന്ന സമയത്ത് ഭാഗ്യേ ജീവേ സർവസൗഭാഗ്യസിദ്ധിം എന്ന് പറഞ്ഞു. ഏറ്റവും നല്ലതാണ്. വ്യാഴം 9-ൽ അനുകൂല സ്ഥാനത്താണ്, ഗോചരസ്ഥാനത്താണ്. അപ്പോൾ 9-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് ധർമ്മസ്ഥേ ഭാര്യ പുത്രധനാഗമഃ, ഭാര്യാലബ്ധി, വിവാഹം നടക്കുക, സന്താനലബ്ധി ഉണ്ടാവുക, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരിക. അവനവന് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളെല്ലാം സൽക്കർമ്മങ്ങളടക്കം, സൽക്കർമ്മം എന്ന് പറയുമ്പോൾ സത്തായിട്ടുള്ള കർമ്മങ്ങൾ, മറ്റുള്ള ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് സൽക്കർമ്മങ്ങൾ. അത് ചെയ്യാൻ ഇടവരിക എന്നുള്ളത് 9-ാം വ്യാഴത്തിൻ്റെ. അപ്പോൾ 9-ലെ വ്യാഴം അനുകൂലസ്ഥനാണ്. 9-ൽ ചാരവശാൽ വ്യാഴം വരുന്നത് നല്ലത്. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റം അനുകൂലമായിട്ട് തന്നെ ഭവിക്കും. അത് നല്ല, അതായത് മാത്രമല്ല ഈ ധനസ്ഥാനം കൂടി അതായത് ധർമ്മസ്ഥാനം കൂടി ആയതുകൊണ്ട് വളരെയധികം പ്രാധാന്യം ഇതിനുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറിലേക്ക് വന്നാൽ, മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ധനുക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അഷ്ടമ വ്യാഴമാണ്. ചാരവശാൽ വ്യാഴം 8-ൽ സഞ്ചരിക്കുന്ന സമയത്ത് എന്തു സംഭവിക്കും? മൃത്യുക്ലേശമരിഷ്ടമഷ്ടമഗതേ നഷ്ടം ധനേ കഷ്ടതാം എന്ന് മന്ത്രേശ്വരൻ പറഞ്ഞു. ഇവിടെ വസിഷ്ഠവചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഷ്ടമേ തീവ്രാ ദുഃഖഗതാ നിബന്ധനം അജസ്രദ്വാടനം എന്ന് പറഞ്ഞു. 8-ാം വ്യാഴത്തിൽ അത് കഠിനമായിട്ടുള്ള ദുഃഖാദി അനുഭവങ്ങളും കാഠിന്യമേറിയിട്ടുള്ള രോഗങ്ങളും ബന്ധനങ്ങളും, അതായത് ജയിലിൽ പിടിച്ചിട്ട് അടക്കം, അതൊക്കെ ബന്ധനമാണ്. കാര്യതടസ്സം ബന്ധനമാണ്. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലും ഫലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അഷ്ടമവ്യാഴമുള്ള ധനുരാശിക്കാർ വിഷ്ണുവചനം നന്നായി ചെയ്തോളൂ. ഇനി നമുക്ക് മകരം രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാർക്ക് ചാരവശാൽ വ്യാഴം 7-ൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം ചാരവശാൽ 7-ൽ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധി സാമർഥ്യങ്ങളും വാക്സാമർഥ്യങ്ങളും കാര്യസിദ്ധിയും ധനലാഭവും ഫലമാണ്. ധിഷണേ സപ്തമേ ദീവാൻ നൈപുണ്യമർത്ഥസിദ്ധി എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ മന്ത്രേശ്വരൻ്റെ അഭിപ്രായത്തിൽ വ്യാഴം 7-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാം ശോഭനഹേതവേ വനിതയാ സൗഖ്യം സുതാപ്തിം സ്മരേ എന്നെടുത്തു പറഞ്ഞു. അതായത് ശോഭന കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോവുക, സ്ത്രീ സൗഭാഗ്യങ്ങളും പുത്ര സൗഭാഗ്യങ്ങളും ഉണ്ടാവുക, അതൊക്കെ ശോഭന കർമ്മങ്ങളും നിത്യദൈനംദിനമായിട്ടുള്ള സർവകർമ്മങ്ങൾക്കും ആനുകൂല്യവും മന്ത്രേശ്വരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് 7-ാം വ്യാഴമുള്ള മകരം രാശിക്കാർക്ക് ആനുകൂല്യങ്ങളിൽ വെച്ച് ഏറ്റവും അനുകൂല സിദ്ധി ഉണ്ടാവുന്ന കാര്യമാണ്. അവർക്കും ഈ വ്യാഴമാറ്റം അനുകൂലമാണ്. ഇനി നമുക്ക് കുംഭം രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദമടങ്ങുന്ന കുംഭം രാശിക്കാർക്ക് 6-ാം വ്യാഴാണ്. ആ ഷഷ്ടേ മാബലി ബന്ധനം, മഹാബലിക്ക് ബന്ധനം സംഭവിച്ചത് 6-ാം വ്യാഴത്തിലാണത്രേ. ഷഷ്ടേ മന്ത്രിണി പീഡയന്തിരിപവ സപ്ഞാം തയോ വ്യാധയ എന്ന് പറഞ്ഞു. 6-ാം വ്യാഴത്തിൽ ശത്രുപീഠ ഉണ്ടാവുക, രോഗങ്ങൾ നേരിടേണ്ടി വരിക. അപ്പോൾ ശത്രുപീഠ കലശലായിട്ടുണ്ടാവുക, രോഗങ്ങൾ നമ്മളെ നല്ലോണം ബുദ്ധിമുട്ടിക്കുക. ഷഷ്ടഭേ തൽ സ്തുഷി തൽ സാധനേ സത്യപി സുഖം നഹി എന്ന് വസിഷ്ഠൻ പറഞ്ഞു. 6-ാം വ്യാഴത്തിൽ സുഖഭോഗ വസ്തുക്കൾ ഉണ്ടായാൽ പോലും സുഖം കിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവിധ ഭോഗസുഖങ്ങളുള്ള വ്യക്തിക്കും സുഖം ഉണ്ടാവുന്നതല്ല എന്ന് പറഞ്ഞു. സുഖം നഹി എന്നാര് പറഞ്ഞു? അതാണ് മഹാബലി. എല്ലാവിധ സൗഖ്യം ഉണ്ടായിട്ടും ദോഷം അനുഭവിക്കേണ്ടി വന്നു. വിഷ്ണുവചനം തന്നെ ശരണം. മീനം രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം. അവർക്ക് വ്യാഴം ചാരവശാൽ 5-ൽ, അവർക്ക് ഗോചരസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. 5-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നല്ലതാ. പുത്രോൽപത്തിമുപേതി
സജ്ജനയുതിം രാജാനുകൂല്യം സുതേ എന്ന് പറഞ്ഞു. 5-ൽ വ്യാഴം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്രോൽപത്തിയും സജ്ജന സംസർഗവും മൂലം സന്തോഷവും രാജാനുകൂല്യവും സംഭവിക്കും. അതായത് രാജാവ് അനുകൂലിക്കുക, ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ്. സുതേ അശ്വക്ഷ ആത്മജ ഹേമരത്നതരുണി വാസഗൃഹാപ്തി എന്ന വസിഷ്ഠവചനുണ്ട്. സന്താനം, സ്വർണം, രത്നം, സ്ത്രീ വസ്ത്രം, നൂതന ഗൃഹം എന്നിവ ലഭിക്കുകയും കാളാകുതിര മുതലായിട്ടുള്ള വാഹനങ്ങൾ, ഇന്നത്തെ കാലത്ത് അത് വിശേഷപ്പെട്ട വാഹനങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് വസിഷ്ഠവചനം. അപ്പം 5-ാം വ്യാഴം നന്നു കേട്ടോ. 5-ാം വ്യാഴം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ദോഷം പറഞ്ഞിട്ടുള്ള ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം, ധനുരാശിക്കാർ, കുംഭം, മേടം ഇത്യാദി രാശിക്കാർ, 7 രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ചോളണം. ഏറ്റവും ഗുണമുള്ള മിഥുനം, കന്നി, വൃശ്ചികം, മകരം, മീനം ഇവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരാരും ദോഷപ്പെടുന്നതും വേണ്ട. അവർക്ക് സൽക്കഥ കേൾക്കുന്നത് കൊണ്ടും, അതായത് പുരാണശ്രവണം, ക്ഷേത്രദർശനം, പുണ്യസ്നാനം, തീർത്ഥസ്നാനം, സേതുസ്നാനം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടും സജ്ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ നിമിത്തവും വിഷ്ണുവചനം നിമിത്തവും ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് അഷ്ടവർഗ ബിന്ദുക്കളുടെ അവസ്ഥയൊക്കെ നോക്കുക. 8 ബിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിലും ദോഷസ്ഥാനത്താണെങ്കിലും ഒട്ടും ദോഷം ഉണ്ടാവില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എന്നാൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് അഷ്ടവർഗ ബിന്ദുക്കൾ 0-ലൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചോളണം. 5-ൽ താഴെ വന്നാൽ സൂക്ഷിക്കണം. 5-ൽ മേലെ അഷ്ടവർഗ ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഒരു ദോഷവും ആർക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ടാന്ന് സാരം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും അതൊക്കെ കാണണം. വ്യാഴമാറ്റം വിശദമായിട്ടുണ്ട് നമ്മൾ സംസാരിക്കും, യാതൊരു സംശയം വേണ്ട. ചിലപ്പോൾ 1, 2, 3, 4 എപ്പിസോഡൊക്കെ വന്നേക്കാം. അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.